ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ സായാഹ്ന ഒപിക്ക് തുടക്കമായി. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ടോക്കൺ സംവിധാനത്തിന്റെയും ഓൺലൈൻ പേയ്മെന്റിന്റെയും ഉദ്ഘാടനവും നടന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം അത്യാഹിത വിഭാഗത്തിൽ അനുഭവപ്പെടാറുള്ള തിരക്കിന് പരിഹാരമായാണ് സായാഹ്ന ഒപിക്ക് തുടക്കമായത്. ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയാണ് സേവനം. ആശുപത്രി മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം ഒരു ഡോക്ടറെ കൂടി താൽക്കാലികമായി നിയമിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പുതിയ അത്യാഹിത വിഭാഗം കെട്ടിടത്തിലാണ് സായാഹ്ന ഒപിയും പ്രവർത്തനം ആരംഭിച്ചത്. കൂടാതെ ടോക്കൺ സംവിധാനത്തിന്റെയും ഓൺലൈൻ പേയ്മെന്റിന്റെയും ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് നടന്ന ഉദ്ഘാടന പരിപാടി ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ അവർക്ക് ടോക്കൺ എടുക്കാൻ അതിന് ക്യൂ നിൽക്കേണ്ടി വരികയാണ്. ഡോക്ടറെ കാണാനുള്ള ടോക്കൺ എടുക്കാൻ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിന് പ്രയോറിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് അവർക്ക് ടോക്കൺ എടുക്കാനും ടോക്കൺ എടുത്ത് വിളിക്കുന്നത് വരെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ പ്രയോറിറ്റി നഷ്ടപ്പെടുമോ, അവർക്ക് OP ടിക്കറ്റ് എടുക്കാനുള്ള ആ കൗണ്ടറിലെത്താൻ എന്നുള്ള പ്രശ്നം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. വരുന്ന രോഗികൾക്ക് നേരെ വരാനും അവർക്ക് ടോക്കൺ എടുത്താൽ ആ നമ്പർ പ്രകാരം OP ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ വിളിക്കുകയും അവിടെ നിന്ന് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ കഴിയുകയും ചെയ്യുന്ന അന്തരീക്ഷം ഇന്നു മുതൽ തന്നെ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. രണ്ടാമതായി, ടോക്കൺ എടുത്തു OP ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോഴായിരിക്കും കയ്യിൽ പൈസ ചില്ലറയില്ല എന്നറിയുന്നത്. അപ്പോൾ എന്താണ് മാർഗം? ഇന്നിപ്പോൾ പൊതുവിൽ എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ പേ സംവിധാനമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഉദ്ഘാടനവും ഇന്നിവിടെ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ കെ രാജേഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അബ്ദുൽ നാസർ, സുനീറ മുജീബ്, ഫൗസിയ ഹനീഫ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ, കൗൺസിലർമാർ, സ്റ്റാഫുകൾ, ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.